റോഡിലെ വെള്ളക്കെട്ടും ചെളിയും മൂലം പ്രയാസത്തിലായി യാത്രക്കാരും നാട്ടുകാരും. 1.5 വർഷം മുൻപ് നവീകരണ പ്രവൃത്തി ആരംഭിച്ച മുക്കം മാമ്പറ്റ ബൈപ്പാസിലെ കുറ്റിപ്പാല അങ്ങാടിയിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളക്കെട്ടും ചെളിയും രൂപപ്പെട്ടത്. രാത്രിയിൽ ഈ പൈപ്പിലൂടെ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ പുറത്തേക്ക് ഒഴുകുന്നതോടെയാണ് റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത്. ഇതോടെ ഇതുവഴി യാത്ര ചെയ്യുന്ന കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളും ഏറെ പ്രയാസപ്പെടുകയാണ്. ഒന്നര വർഷം മുൻപ് നവീകരണ പ്രവൃത്തി ആരംഭിച്ച മുക്കം മാമ്പറ്റ ബൈപ്പാസിൽ വാട്ടർ അതോറിറ്റി പുതിയ പൈപ്പ് സ്ഥാപിക്കാനായി എടുത്ത കുഴിയിൽ നിന്ന് പൈപ്പ് പൊട്ടി വൻതോതിൽ വെള്ളം റോഡിലേക്ക് ഒഴുകി വന്നതോടെയാണ് റോഡിൽ വെള്ളക്കെട്ടും ചെളിയും രൂപപ്പെട്ടത്. ഇതോടെ ഇതുവഴി യാത്ര ചെയ്യുന്ന കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനക്കാരും ദുരിതത്തിലായിരിക്കുകയാണ്. പ്രായം ചെന്ന കാൽനട യാത്രക്കാർ ഉൾപ്പെടെ റോഡരികിലെ കടത്തിണ്ണയിലൂടെ ചാടിക്കടന്നു വേണം യാത്ര ചെയ്യാൻ. നേരത്തെയും ഇത്തരത്തിൽ പൈപ്പിടാനായി കുഴിയെടുക്കുകയും പൈപ്പ് പൊട്ടി വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തപ്പോൾ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും അതേ സ്ഥലത്ത് കുഴിയെടുത്ത് പ്രവൃത്തി പുനരാരംഭിച്ചതോടെയാണ് റോഡിൽ വെള്ളക്കെട്ടും ചെളിയും രൂപപ്പെട്ടത്. കൂടാതെ റോഡിലെ മറ്റിടങ്ങളിലും വാട്ടർ അതോറിറ്റി പൈപ്പിടലിൻ്റെ ഭാഗമായി നിരവധി കുഴിയെടുത്തു വെച്ചതും യാത്രക്കാർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഈ റോഡ് ഇപ്പോൾ പണി തുടങ്ങിയിട്ട് 15 മാസമായിരുന്നു. പണി തുടങ്ങിയിട്ട് 3-4 പണിക്കാരെ വെച്ചിട്ടാണ് പണിയെടുപ്പിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ അറിയാം, ഒരു 5-6 കൂടുതൽ പണിക്കാരില്ല. ഇപ്പോൾ ഈ അഗസ്റ്റുമണി ബ്ലോക്കും കൂടി വന്നതോട് കൂടിയിട്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്ത് എല്ലാവരും പാടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇലക്ഷൻ അടുപ്പിച്ച് പണിയൊന്ന് നിർത്തി വെച്ചു. ഇപ്പോൾ രണ്ടാമത് വീണ്ടും തുടങ്ങി. ഇവിടെ ഈ കാണുന്ന വെള്ളക്കെട്ട് ഏകദേശം തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 ദിവസമായി. നിരന്തരം പൈപ്പ് പൊട്ടി വാട്ടർ അതോറിറ്റിന്റെ വെള്ളം ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ വലിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിക്കോ ബന്ധപ്പെട്ട അധികാരികൾക്കോ ഇതിനോട് യാതൊരു താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ഓല് പെരുമാറുന്നത്. മുക്കത്തുകൂടി കടന്നു പോകുന്ന എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം അഗസ്ത്യൻമൊഴിയിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമായതോടെ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്നതും ഈ ബൈപ്പാസാണ്. എന്നാൽ റോഡിൻ്റെ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിലും നിത്യേന ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് പ്രതിഷേധമുണ്ട്. ഈ റോഡ് വർക്ക് ഏകദേശം തുടങ്ങിയിട്ട് 1 വർഷത്തിന് മുകളിലായി. ഓക്കെ, ഇപ്പൊ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോന്ന് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ പണിയൊക്കെ നിർത്തി വെച്ചായിട്ട് ആൾക്കാരെ എതിർപ്പ് കൂടിയുണ്ട്. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിട്ട് ഇപ്പൊ ഈ വേനൽക്കാലമായി മഴ ഒന്നുമില്ല, പക്ഷെ അവിടെ റോഡിൽ വെള്ളമാണ്. ഇവിടെ അടുത്ത് സ്കൂളുണ്ട്. ഇപ്പൊ അഗസ്യമോയിൽ ബ്ലോക്ക് വരികയാണെങ്കിൽ കൂടുതൽ ആൾ ആശ്രയിക്കുന്ന റോഡ് ഇതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് എന്തെങ്കിലും MLA ആരടിച്ച ഇടപെട്ടിട്ട് അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യണം ഈ റോഡ്. കാരണം അഗസ്യമോയിൽ ബ്ലോക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അഗസ്യമോയിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ആശ്രയിക്കുന്ന റോഡ് ഇതാണ്. റോഡ് പ്രവൃത്തിയിൽ PWD, വാട്ടർ അതോറിറ്റി, KSEB എന്നീ വകുപ്പുകളുടെ ഏകോപനമില്ലാത്തതാണ് റോഡ് പ്രവൃത്തി വൈകാൻ കാരണമാണെന്നാണ് ആരോപണം. റോഡ് പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.